നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും നമ്മുടെ ശോഭം പറയുന്നത് പോലെ ഫുട്ബോൾ കൈരളിയുടെ പ്രിയപ്പെട്ട അഭിമാന ഭാജനമായിട്ടുള്ള അബ്ദുൾ റഹ്മാൻ എന്ന കേരള ഫുട്ബോൾ പ്രേമികളുടെ നെഞ്ചിന്റെ ഉയിരായിട്ടുള്ള കായിക മന്ത്രി മഞ്ചേരിയെ മറക്കാനെയാക്കിയതിനു ശേഷം ലയണൽ മെസ്സിയും സംഘത്തിനെയും മലപ്പുറത്തേക്ക് കൊണ്ടുവരാൻ പോവുകയാണ് ഗീസ്. പുള്ളിയെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു സന്തോഷ് ട്രോഫി ടൂർണമെന്റിന് ശേഷം പറഞ്ഞ വാക്കുകളാണ് മഞ്ചേരി മറക്കാനെ ആവാൻ പോകുന്നു. മറക്കാനയിൽ ഇപ്പം സാമ്പാമൃത്ത ചൂടുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ആ സ്റ്റേഡിയത്തിന്റെ അവസ്ഥയെക്കുറിച്ച് പിന്നെ ഇവിടെയുള്ള കുറെ ആളുകൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ലാതെ പോകുന്നു എന്ന് പറയാം. പക്ഷെ കൂടുതൽ പറയാതിരിക്കുന്നതന്നെ അതിന്റെ കാര്യം നല്ലത്. പിന്നെ അർജന്റീനിയൻ ഫുട്ബോൾ ടീമിനെ ഇവിടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സ്പെയിനിന്റെ തലസ്ഥാനമായിട്ടുള്ള മാഡ്രിഡിൽ വെച്ചിട്ട് നമ്മുടെ അബ്ദുൾ റഹ്മാനും സംഘവും അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷൻ പ്രതിനിധികളുമായിട്ട് ചർച്ച നടത്തുന്നുണ്ട് എന്നാണ് പറയുന്നത്. ആക്ച്വലി ഇപ്പം അർജന്റീൻ ഫുട്ബോൾ ടീമിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് എന്ത് മലമറിക്കാനാണ് ഉള്ളതെന്ന് എനിക്ക് അറിയില്ല. അർജന്റീൻ ഫുട്ബോൾ ടീമിന് നല്ല സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിൽ ഇവർക്ക് എക്സിബിഷൻ ഫീയും കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമായിരിക്കാം. ഇതിപ്പം ഓൾറെഡി ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ആണ് ഇതിനുള്ള ചരടുവലികൾ നടത്തേണ്ടത്. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് മാത്രമേ മറ്റൊരു രാജ്യത്തിനെ ഇങ്ങോട്ട് ക്ഷണിക്കാനുള്ള അധികാരവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ അനസുക പറയുന്നതനുസരിച്ച് ചെലവ് പൂർണ്ണമായിട്ടും നമ്മുടെ കേരള സ്പോർട്സ് ഫെഡറേഷൻ അല്ലെങ്കിൽ കേരള ഫുട്ബോൾ അസോസിയേഷൻ വഹിക്കാൻ തയ്യാറാണെങ്കിൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഇതിനുവേണ്ട അപ്രൂവലും കാര്യങ്ങളൊക്കെ കൊടുക്കുമെന്നാണ് അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ തന്നെ നമ്മൾ ഇത്രയും ചെലവ് വഹിച്ചിട്ട് അർജന്റീൻ ടീമിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് എന്താണ് കാര്യം? ഇവിടെ 3 മത്സരങ്ങൾ കളിക്കുമെന്നാണ് പറയുന്നത്. അതിനകത്ത് ഇന്ത്യൻ ഫുട്ബോൾ ടീമിനെതിരെ കളിക്കുമോ എന്നുള്ളത് ചോദ്യചിഹ്നമാണ്. എതിരാളികളെ തീരുമാനിക്കുന്നതിനകത്തും അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷൻ തന്നെ ആയിരിക്കും ഫൈനൽ ഡിസിഷൻ വരുന്നത്. ഇവിടെ ലയണൽ മെസ്സി വന്നാലും അല്ലെങ്കിൽ ആര് വന്നാലും ഇവിടെ കുറെ ക്യാഷ് ചിലവാക്കി അർജന്റീൻ ഫുട്ബോൾ ഫെഡറേഷന് എക്സിബിഷൻ ഫീസും കാര്യങ്ങളും എല്ലാം കൊടുത്തതുകൊണ്ട് നമുക്കിവിടെ എന്താണ് ഗുണം? അൾട്ടിമേറ്റ്ലി ആ പൈസ ഇവിടുത്തെ ഫുട്ബോൾ ഡെവലപ്മെന്റിലും ഫുട്ബോൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിലും ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഫ്യൂച്ചറിൽ ഇവിടുത്തെ നമ്മുടെ സൗബാൻ പറയുന്ന പോലെ ഫുട്ബോൾ കൈരളിയുടെ വികസനത്തിനെങ്കിലും ഉപയോഗപ്പെട്ടാണ്. ഇവിടെ അതിനുള്ള യാതൊരു ശ്രമങ്ങളും എടുക്കുന്നില്ല. ഇവിടെ എല്ലാം പബ്ലിസിറ്റി ഗിമ്മിക് എന്നതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. ഇവിടെ കുറെ കയ്യടി വാങ്ങിക്കണം എന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങളൊന്നുമില്ല. ഇപ്പൊ അർജന്റീൻ ഫുട്ബോൾ ഫെഡറേഷന്റെ അല്ലെങ്കിൽ അർജന്റീൻ ഫുട്ബോൾ ടീം ഇവിടെ വന്ന് കളിച്ചതുകൊണ്ട് എന്ത് ഡെവലപ്മെന്റ് ആണ് ഉണ്ടാവാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. ഇവർക്ക് കുറെ സ്പോൺസേഴ്സിനെ കിട്ടുമായിരിക്കും, പൈസ കിട്ടുമായിരിക്കും, ആ ഒരു ഇവന്റ് ഒരു ഉത്സവം പോലെ നടത്താൻ പറ്റുമായിരിക്കും. ഈ സംഭവം നടക്കുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. നടന്നാൽ ഇവിടുത്തെ ഫുട്ബോളിന്റെ ബേസിക് ഡെവലപ്മെന്റിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യേണ്ട പൈസ ഇങ്ങനെ കൊണ്ട് കളയുന്നതിനോട് എനിക്ക് തീരെ യോജിപ്പില്ല. പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ചെയ്തോളൂ. മഞ്ചേരിയിലെ മറക്കാനയുടെ സമീപത്തു നിന്നും അഭിലാഷ് സർ, ആവേശം ക്ലബ്ബ് റിപ്പോർട്ട് ചെയ്യുന്നു.